റിക്രൂട്ട്മെന്റ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ തലപ്പത്തേക്ക് പുതിയ പരിശീലകനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓപ്പൺ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചപ്പോൾ 170ഓളം ആപ്ലിക്കേഷനുകൾ വന്നു. അതിൽ നിന്ന് 3 പേരെ അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ആരാധകർക്കിടയിൽ വളരെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ഖാലിദ് ജമീലിനെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് കൊണ്ടുവന്നതിനകത്ത് ആർക്കും യാതൊരു വിധത്തിലുള്ള പ്രതിഷേധമില്ല. പക്ഷേ സ്റ്റീഫൻ കോൺസ്റ്റന്റൈനെ പോലെയുള്ള തോൽവികളെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും 170 ഫിഫ റാങ്കിങ്ങിൽ നിന്നും 96 ഇന്ത്യയെ കൊണ്ടുവന്നത് വളരെ വലിയ നേട്ടമല്ലയോ എന്ന്. അന്ന് ഇന്ത്യ കളിച്ച എതിരാളികളും അവരുടെ ലെവലും ഇന്ത്യ കളിച്ചുകൊണ്ടിരുന്ന ലോങ് ബോൾ ടാക്ടിക്സ് കൊണ്ട് ഇന്ത്യ അന്ന് തോൽപ്പിച്ച കുഞ്ഞന്മാരെ എല്ലാം തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ. മറ്റു രാജ്യങ്ങളെല്ലാം ഫുട്ബോളിൽ ഒരുപാട് ഡെവലപ്പായി. ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനായിട്ട് പോലും സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ അങ്ങേരുടെ ആ ഒരു ലോങ് ബോൾ ടാക്ടിക്സ് ഇന്ന് യാതൊരു വിധത്തിലുള്ള ഡെവലപ്മെന്റും കാണിച്ചിട്ടില്ല. സോ ക്യാഷ് കുറവാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് സ്റ്റീഫൻ കോൺസ്റ്റന്റൈനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റേ നാഗചേച്ചി പറയുന്ന പോലെ ഇവനെയൊക്കെ തുപ്പണം, എറിയണം, വാരി എറിയണം, വാരി എറിയണം. അത് പോട്ടെ. ഇപ്പം പീറ്റർ സെക്രറ്റിന്റെ കാര്യമാണ് ആരാധകർക്കിടയിൽ വളരെ വലിയ പ്രതിഷേധമായിട്ട് ഉയർന്നു വരുന്നത്. കാരണം ഇത്രയും നല്ല പ്രൊഫൈലുള്ള ഒരു കോച്ച് അപ്ലൈ ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികൃതർ അയാളെ അല്ലെങ്കിൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെ അധികൃതർ പീറ്റർ സെക്രറ്റിനെ പോലെ ഒരു പരിശീലകനെ ഷോർട്ട് ലിസ്റ്റിൽ കൊണ്ടുവന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം നമുക്ക് എന്തുകൊണ്ടും യോജിച്ച ഒരു പരിശീലകൻ അയാൾ തന്നെയായിരുന്നു. പീറ്റർ സെക്രറ്റ് എന്ന ക്രൊയേഷ്യൻ പരിശീലകൻ നമ്മളുടെ ഇന്ത്യൻ കണ്ടീഷനുകൾക്ക് വളരെ മികച്ച ആൾ തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ജോർജിയ, മാൽദീവ്സ്, തജിക്കിസ്ഥാൻ തുടങ്ങിയ ടീമുകൾക്കൊപ്പം അവരുടെയൊക്കെ ട്രാൻസിഷനിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ടീമുകളെല്ലാം വളരെ മോശം അവസ്ഥയിൽ നിന്നാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് സമാനമായിട്ടുള്ള പരിതാപകരമായ അവസ്ഥയിൽ നിന്നും ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവന്ന പരിശീലകനാണ് പീറ്റർ സെക്രറ്റ്. ഇപ്പം ജോർജിയക്കൊപ്പം അദ്ദേഹത്തിന് വളരെ നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ഇപ്പം മാൽദീവ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു കാലത്ത് സാഫ് കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സ്ഥാനമായിരുന്നു. സാഫ് മേഖലയിലെ രാജാക്കന്മാർ ഇന്ത്യയായിരുന്നു. ആ ഇന്ത്യയുടെ കയ്യിൽ നിന്നും മാൽദീവ്സിനെ കൊണ്ട് സാഫ് കപ്പ് തിരിച്ചു പിടിപ്പിച്ച പരിശീലകനാണ് പീറ്റർ സെക്രറ്റ്. അപ്പം നമ്മുടെ കണ്ടീഷനും അവിടെ എങ്ങനെ സെറ്റാവും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധമുണ്ടല്ലോ. ഇന്ത്യയുടെ ചെണ്ടയായിരുന്ന മാൽദീവ്സിനെ കൊണ്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് സാഫ് കപ്പ് തിരിച്ചു പിടിപ്പിച്ച പരിശീലകനാണ് സെക്രറ്റ്. അതുപോലെ തന്നെ പുള്ളി അഫ്ഗാനിസ്ഥാന്റെ പരിശീലകനായിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തജിക്കിസ്ഥാനെ കൊണ്ട് അദ്ദേഹം കിങ്സ് കപ്പും മാർഡേക്ക കപ്പും വിജയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല റെക്കോർഡുകളുള്ള ഒരു പരിശീലകൻ തന്നെയാണ്. നമ്മളുടെ മേഖലയിൽ പ്രൂവ് ചെയ്ത ഒരു പരിശീലകനാണ്. അഫ്ഗാനിസ്ഥാനെയും തകർച്ചയിൽ നിന്നും ഒരു നല്ല ഫുട്ബോൾ ടീം എന്ന നിലയിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റിയിട്ടുള്ള പരിശീലകനാണ് ഈ പീറ്റർ സെക്രറ്റ്. അപ്പം നമ്മുടെ മേഖലയിൽ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വിജയിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകൻ ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്തപ്പം എന്തുകൊണ്ടൊക്കെയോ അയാളെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഈ കോൺസ്റ്റന്റൈനെയൊക്കെ ഫൈനലിസ്റ്റിൽ കൊണ്ടുവന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അല്ലെങ്കിൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെ മെമ്പേഴ്സിന്റെ തീരുമാനത്തിനെ ഇപ്പോഴും വെറും കോമാളിത്തരമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ എനിക്കത് വായിച്ച് കൊള്ളായിരുന്നു.